ഹലോ നമസ്കാരം, ഗുഡ് മോർണിംഗ് ഓൾ. സൂപ്പർ നോട്ട്സിൻ്റെ 5 AM ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് COP29 കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ആദ്യം കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അല്ലെങ്കിൽ കോപ്പ് എന്നുള്ളത് നമ്മൾ പറയുകയാണ്. ഈ കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് അല്ലെങ്കിൽ കോപ്പ് ഇസ് ദ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി of an international convention composed of representatives from member states and accredited observers, and is often used in the context of United Nations Framework Convention on Climate Change, that is UNFCCC. അപ്പോൾ UNFCCCയുടെ ഭാഗമായിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഈ ഇൻ്റർനാഷണൽ കൺവെൻഷൻസിൻ്റെ ഒക്കെ ഒരു സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡീനെയാണ് നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. ഇവർ ഓരോ വർഷവും കൂടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് COP29 ആണ്. 29th കഴിഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവർ മെമ്പർ സ്റ്റേറ്റ്സിൽ നിന്നുള്ള എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സും ഈ കോപ്പിനകത്ത്, ഈ കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസിനകത്ത് ഉണ്ടായിരിക്കും, ഒബ്സർവേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ കൂടിയതാണ് ഈ ഒരു കോപ്പ് എന്ന് പറയുന്നത്. So, the 29th Conference of Parties, that is COP29, to the United Nations Framework Convention on Climate Change, that is UNFCCC, convened in Baku, Azerbaijan in late 2024. 2024 അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചിട്ടാണ് UNFCCയുടെ ഒരു ഭാഗമായിട്ടുള്ള, അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടുള്ള 29th കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. So the UNFCCC follows a regional rotation policy for selecting COP host countries. അപ്പോൾ ഈ കോപ്പ് ഓരോ വർഷം ഓരോ ഹോസ്റ്റ് കൺട്രീസിൽ വെച്ചാണ് നടക്കുക. ഓരോ വർഷം വേറെ വേറെ കൺട്രീസിൽ വെച്ചാണ് നടക്കുക. അതിൻ്റെ റൊട്ടേഷൻ, റീജിയണൽ റൊട്ടേഷൻ UNFCCC ഇതിനു വേണ്ടി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ COP29 നമ്മൾ പറഞ്ഞു, അത് അസർബൈജാനിൽ വെച്ച് ബാക്കു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നത് 2024. അതിന് മുൻപത്തെ COP28 എവിടെ വെച്ചാണ് നടന്നത്? ദുബായിൽ വെച്ചാണ് നടന്നത്. COP28 വാസ് ഹെൽഡ് ഇൻ ദുബായ്, UAE. അപ്പോൾ ഏഷ്യ പസഫിക് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് UAEയിൽ വെച്ചിട്ട് ഈ ദുബായിൽ വെച്ച് ഈ COP28 നടന്നത്. അപ്പോൾ COP27 അതിന് തൊട്ട് മുൻപത്തെയാണ് COP27. അതെവിടെ വെച്ചാൽ നടന്നത്? COP27 took place in the Egyptian coastal city of ഷരം എൽ ഷെയ്ഖ്. ഷരം എൽ ഷെയ്ഖ് എന്ന് പറയുന്ന ഈജിപ്ത്യൻ കോസ്റ്റൽ സിറ്റിയിൽ വെച്ചിട്ടാണ് COP27 നടന്നത്. അപ്പോൾ 27 നടന്നത് ഈജിപ്ത്, ഷരം എൽ ഷെയ്ഖ്. COP28 നടന്നത് UAE, ദുബായ്. COP29 നടന്നത് അസർബൈജാൻ, ബാക്കു. അപ്പോൾ കഴിഞ്ഞൊരു 3 വർഷത്തെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം. ഓക്കെ, അടുത്തത് ദ സബ്മിറ്റ് അഡ്രസ്ഡ് critical aspects of global climate action, yielding both advancements and highlighting ongoing challenges. അപ്പോൾ ഈ സബ്മിറ്റ് എന്തൊക്കെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻസിനെ, അതിൻ്റെ ആസ്പെക്ട്സിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഈ സബ്മിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഈൽഡിങ് ബോത്ത് അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഹൈലൈറ്റിംഗ് ഓൺഗോയിങ് ചാലഞ്ചസ്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ള അഡ്വാൻസിങ് ആയിട്ടുള്ള, ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഓൺഗോയിങ് ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്മിറ്റ് നടന്നിരിക്കുന്നത്. സോ കീ ഔട്ട്കംസ് ഓഫ് COP29. ഈ COP29ൻ്റെ കീ ഔട്ട്കംസ് എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ഫിനാൻസ് കമ്മിറ്റ്മെൻറ്റ്സ്, അതാണ് ആദ്യത്തെ കാര്യമായിട്ട് പറയാനുള്ളത്. ഡെവലപ്ഡ് നേഷൻസ് പ്ലെഡ്ജ്ഡ് ടു മൊബിലൈസ് $1.3 trillion annually in climate finance by 2035. 2035 ആവുമ്പോഴേക്കും ക്ലൈമറ്റ് ഫിനാൻസിലേക്ക് വേണ്ടി ആനുവലി ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ്, ഓക്കെ, ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ് $1.3 trillion അതിലേക്ക് വേണ്ടി മാറ്റിവെക്കാൻ, അതായത് ക്ലൈമറ്റ് ഫിനാൻസിലേക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ആദ്യത്തെ ഒരു ക്ലൈമറ്റ് ഫിനാൻസ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ വരുന്നത്. ആദ്യത്തെ ഒരു കീ പോയിന്റ് ആണ് COP29. ഓക്കെ,
However, this commitment fell short of expectations from developing countries who sought more immediate and substantial support. അപ്പോൾ ഈ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നും ഒരു ഷോർട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഹു സോട്ട് മോർ ഇമ്മീഡിയറ്റ് ആൻഡ് സബ്സ്റ്റാൻഷ്യൽ സപ്പോർട്ട്, അവർക്കാണ് കൂടുതൽ സപ്പോർട്ടും ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ളത്. ഡെവലപ്ഡ് നേഷൻസിന് ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് റിസൈലന്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനുള്ള പേയ്മെന്റും ഫണ്ടും ഒക്കെ അവർക്ക് തന്നെ റേസ് ചെയ്യാൻ പറ്റും. ഡെവലപ്പിംഗ് കൺട്രീസിന് ഇതിന് വേണ്ട ചില സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇവർക്കും ചെറിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ്, കാർബൺ മാർക്കറ്റ് മെക്കാനിസംസ്. അതും ഇതിൻ്റെ ഒരു കീ ആസ്പെക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഡെലിഗേറ്റ്സ് ഫൈനലൈസ്ഡ് ദ റൂൾസ് ഫോർ ആർട്ടിക്കിൾ 6 ഓഫ് ദി പാരീസ് എഗ്രിമെന്റ് എസ്റ്റാബ്ലിഷിംഗ് ഫ്രെയിംവർക്ക്സ് ഫോർ ഇന്റർനാഷണൽ കാർബൺ മാർക്കറ്റ്. അപ്പോൾ പാരീസ് എഗ്രിമെന്റിന്റെ ആർട്ടിക്കിൾ 6 പറയുന്ന കാര്യങ്ങൾ ഈ ഡെലിഗേറ്റ്സ് അതിൽ പറയുന്ന റൂള് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അതിലെന്താ പറയുന്നത്? ഇന്റർനാഷണൽ കാർബൺ മാർക്കറ്റ്സിന് വേണ്ട ഫ്രെയിം വർക്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളും ഇവർ COP29 ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദിസ് ഡെവലപ്മെന്റ് എയിംസ് ടു ഫെസിലിറ്റേറ്റ് cooperative approaches to emission reductions and promote സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പം ഇത്തരം ഡെവലപ്മെന്റ് എയിം ചെയ്യുന്നത് എന്താണ്? ഒരു കോപ്പറേറ്റീവ് അപ്രോച്ച് കൊണ്ടുവരിക എമിഷൻ റിഡക്ഷന് വേണ്ടിയിട്ടും, അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം പ്രൊമോട്ട് ചെയ്യുക, എമിഷൻ റെഡ്യൂസ് ചെയ്യുക, അതിനുവേണ്ടി ഇന്റർനാഷണൽ ലെവലിൽ ഒരു കോപ്പറേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഡെവലപ്മെന്റ് എയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അടുത്തത് അഡാപ്റ്റേഷൻ ആൻഡ് റിസൈലിയൻസ് ആണ്. The summit underscored the necessity of balancing adaptation and mitigation effort. അപ്പോൾ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചും അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഫേർട്സ് ഒക്കെ കൃത്യമായിട്ട് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഇഫേർട്സ് എടുക്കണം, അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള ഇഫേർട്സ് എടുക്കണം, ഇതിനൊക്കെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഇഫേർട്സും എടുക്കണം. ഇതിനോട് അഡാപ്റ്റഡും ആകണം, അത് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ അതിനെ മിറ്റിഗേറ്റ് പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് നോക്കണം. ഇതിന് വേണ്ട നെസസറി ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് ഇതിന് വേണ്ട ആക്ടിവിറ്റീസും കൂടെ നടപ്പിലാക്കണമെന്ന് ഈ സബ്മിറ്റ് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തത്, ഡിസ്പൈറ്റ് റെക്കഗ്നൈസിംഗ് ദ എസ്കലേറ്റിംഗ് കോസ്റ്റ് ഓഫ് അഡാപ്റ്റേഷൻ, നോ സ്പെസിഫിക് ഫിനാൻഷ്യൽ ടാർഗറ്റ്സ് were set, underscoring the need for increased support to vulnerable nations. അപ്പം ഈ പറഞ്ഞ ഈ ക്ലൈമറ്റ് ചേഞ്ചിനും അല്ലെങ്കിൽ ഈ പറയുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസിനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനു വേണ്ടി ഒരു സ്പെസിഫിക് ഫിനാൻഷ്യൽ ടാർഗറ്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു അഡാപ്റ്റേഷന് കോസ്റ്റ് ഉണ്ടല്ലോ, എന്തായാലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് ഒത്തുതീർപ്പാക്കണമെങ്കിൽ, അതിനൊരു തീർപ്പ് കൊണ്ടുവരണമെങ്കിൽ, സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ അത് കോസ്റ്റ്ലി ആണ്, അതിന് ഫണ്ട് വേണം. പക്ഷേ ഇത്തരത്തിൽ ഈ അഡാപ്റ്റേഷന് വേണ്ടിയിട്ടൊരു ഫണ്ടിനെ കുറിച്ചൊന്നും ഒരു സ്പെസിഫിക് ഫിനാൻഷ്യൽ ടാർഗറ്റിനെ കുറിച്ചൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏത് കൺട്രീസ്, അതായത് വൾണറബിൾ ആയിട്ടുള്ള നേഷൻസ്, കൂടുതലായിട്ട് ഇത്തരം ക്ലൈമറ്റ് പ്രശ്നങ്ങൾ വരുന്ന, ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന വൾണറബിൾ ആയിട്ടുള്ള നേഷൻസിന് അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് കൂടുതൽ കൊടുക്കണം, അവർക്കാണ് സപ്പോർട്ട് ആവശ്യം, അവർക്ക് വേണ്ട സപ്പോർട്ട് കൂടുതൽ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ഫിനാൻഷ്യൽ ഇത്ര എമൗണ്ട് കൊടുക്കണം എന്ന് പറയുന്നില്ലെങ്കിലും അവർക്കാണ് സപ്പോർട്ട് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിനകത്ത് ഈ സബ്മിറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് ആൻഡ് ഫോസിൽ ഫ്യൂവൽ ഡിസ്കഷൻസ്. സോ parties conducted a global stock take to access collective progress towards the Paris Agreement goals. അപ്പോൾ ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപയോഗം, നമുക്കറിയാം ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപയോഗം എന്തിലേക്ക് നയിക്കുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസിലേക്കും അതുവഴി ഗ്ലോബൽ വാർമിങ്ങിലേക്കും ക്ലൈമറ്റ് ചേഞ്ചിലേക്കും ഒക്കെ നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പാരീസ് എഗ്രിമെൻറ്റ് ഗോൾസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് പാർട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്.
കളക്റ്റീവായിട്ട് ഈ പാരീസ് എഗ്രിമെന്റ് ഗോൾസിന്റെ പ്രോഗ്രസ്, അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോ വർഷം ഇവർ സബ്മിറ്റ് കൂടുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് ആക്സസ് പാർട്ടീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ. However, consensus on phasing out fossil fuels remained elusive, deferring decisive action to future conferences. പക്ഷേ ഈ ഫോസിൽ ഫ്യൂവൽസ്, അതായത് നമുക്കറിയാം ലോകത്തെ പല രാജ്യങ്ങളും ഇപ്പോഴും കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂവൽസിനെ തന്നെയാണ്. ഈ ഫോസിൽ ഫ്യൂവൽസ് ഫേസ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ഇല്ലാതാക്കുക, അതായത് അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും മുഴുവനായിട്ടും അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കുറച്ച് കൊണ്ടുവരാനേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡിസിസീവ് ആക്ഷൻസ് തുടർ കോൺഫറൻസുകൾ, ഇനി വരാനിരിക്കുന്ന കോൺഫറൻസുകളിൽ കൃത്യമായിട്ട് കൈക്കൊള്ളണമെന്നും ഈ ഒരു സബ്മിറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പോസ്റ്റ് COP29 ഡെവലപ്മെന്റ്സ്. അതായത് ഈ COP29 കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഡെവലപ്മെന്റ്സാണ് വന്നത് എന്നുള്ളത്. UK ചൈന ക്ലൈമറ്റ് അലയൻസ് എന്താന്ന് നോക്കാം. UK എനർജി സെക്രട്ടറി എഡ് മിലിബാൻഡ് met with Chinese officials to strengthen bilateral cooperation on climate action. സോ ക്ലൈമറ്റ് ആക്ഷനിൽ ഈ ചൈനയും UK-യും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ കോർപ്പറേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി UK-യുടെ എനർജി സെക്രട്ടറി ആയിട്ടുള്ള എഡ് മിലിബാൻഡ് ചൈനീസ് ഒഫീഷ്യൽസിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മീറ്റിംഗ് ആണ് ഇവർ ഈ UK ചൈന ക്ലൈമറ്റ് അലയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഗോൾ എന്താണ്, ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ്? To counteract potential rollbacks on climate policies from the United States. സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ക്ലൈമറ്റ് പോളിസീസിൻ്റെ ഒരു പൊട്ടൻഷ്യൽ റോൾ ബാക്സ് ഇല്ലേ, അതായത് യു എസുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു ക്ലൈമറ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതിനെ കൗണ്ടറാക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെ, എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ UK ചൈന ക്ലൈമറ്റ് റിസൈലൻസ് അല്ലെങ്കിൽ ആ ക്ലൈമറ്റ് അലയൻസിന് ഇവർ വച്ചിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ്. Rise of Climate Adaptation Fund targeting industries like water management and wildlife protection. സോ ഈ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ഫണ്ട് ഇവർ മൊബിലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ടാർഗറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതാ? മെയിനായിട്ട് വാട്ടർ മാനേജ്മെന്റ് ഇൻഡസ്ട്രിയും അതുപോലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അർജ്ഡ് ടു അലൈൻ ദെയർ പോർട്ട്ഫോളിയോസ് വിത്ത് നെറ്റ് സീറോ ഗോൾസ്. അപ്പോൾ പല രാജ്യങ്ങളും നെറ്റ് സീറോ ഗോൾസ് വെച്ചിട്ടുണ്ട്, അതായത് ഈ കാർബൺ എമിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നെറ്റ് സീറോ എമിഷൻ ഗോളുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരുടെ ഈ ഒരു നെറ്റ് സീറോ ഗോൾസുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. സോ ലോഞ്ച് ഓഫ് നെറ്റ് സീറോ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസീസ് അലയൻസ്, SNECA എന്ന് പറയുന്ന ഒരു അലയൻസും കൂടെ ഉണ്ട്. അതായത് നെറ്റ് സീറോ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസീസ് അലയൻസ് എന്താന്ന് നോക്കാം. COP29 saw the introduction of NZECA's target setting protocol, providing guidance to export credit agencies on establishing science-based climate targets. So science-based ആയിട്ടുള്ള ക്ലൈമറ്റ് ടാർഗറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസീസ് വേണ്ട ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാർഗറ്റ് സെറ്റിംഗ് പ്രോട്ടോകോളാണ് ഈ നെറ്റ് സീറോ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസീസ് അലയൻസിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് COP29 ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, അവർ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഓക്കെ, അടുത്തത്, ദിസ് ഇനീഷ്യേറ്റീവ് സീക്സ് ടു അലൈൻ എക്സ്പോർട്ട് ഫിനാൻസിങ് വിത്ത് നെറ്റ് സീറോ ഗോൾസ്, influencing large scale industrial and infrastructure project globally. സോ ഈ ഇനീഷ്യേറ്റീവ് എന്താ ചെയ്യാൻ പോകുന്നത്?
എക്സ്പോർട്ട് ഈ ഒരു നെറ്റ് സീറോ ഗോൾസ് വെച്ച് എക്സ്പോർട്ട് ഫിനാൻസിങ് ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലാർജ് സ്കെയിലുള്ള ഇൻഡസ്ട്രിയൽ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സുകളെ ഗ്ലോബലി ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ സെക്ടർ എൻഗേജ്മെന്റ് ആണ്. A coalition of financial organizations released recommendations for post-2025 climate finance goals during COP29. അപ്പോൾ ഈ COP29ന്റെ ഭാഗമായിട്ട് ഇനി അതിന് ശേഷം വരുന്ന പോസ്റ്റ് 2024 COP29 നടന്നത്. അപ്പോൾ അതിന് ശേഷം 2025 ഈ ഒരു ക്ലൈമറ്റ് ഫിനാൻസിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫിനാൻഷ്യൽ സെക്ടർ എൻഗേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ദീസ് ഗൈഡ് ലൈൻസ് എയിം ടു എൻഹാൻസ് ദ അലൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ ഫ്ലോസ് വിത്ത് ക്ലൈമറ്റ് ഒബ്ജക്റ്റീവ്സ് ഇൻവോൾവിംഗ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻ മൊബിലൈസിംഗ് നെസസറി റിസോഴ്സസ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഫിനാൻഷ്യൽ, അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ചിന് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ട ഫിനാൻസ് മൊബിലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിന് വേണ്ട നെസസറി റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാൻ പ്രൈവറ്റ് സെക്ടറിനെയും പബ്ലിക് സെക്ടറിനെയും ഇതിൽ ഒരുപോലെ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റ് ഒബ്ജക്റ്റീവ്സ് അലൈൻമെന്റ് എന്ന് പറയുന്നതിന് വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഒരുപോലെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് COP29. ഈ COP29ന്റെ മുൻപത്തെ കോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഇതിന് മാത്രം എടുക്കുന്ന ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? മാർക്ക്ഡ് എ ഷിഫ്റ്റ് ടുവേർഡ്സ് അഡാപ്റ്റേഷൻ ആൻഡ് റിസൈലിയൻസ് എലോങ് മിറ്റിഗേഷൻ. അപ്പോൾ ഈ മിറ്റിഗേഷൻ്റെ ഒപ്പം തന്നെ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം വന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അഡാപ്റ്റേഷനും റിസൈലൻസും കൂടെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള, അല്ലെ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള ഒരു ആക്ഷനാണ് ഈ COP29 മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അഡാപ്റ്റേഷനും റിസൈലൻസുമാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എലോങ് സൈഡ് എന്തുകൊണ്ട് മിറ്റിഗേഷനും ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്ട്രെങ്തൻഡ് ഗ്ലോബൽ കോർപ്പറേഷൻ ഓൺ ക്ലൈമറ്റ് ഫിനാൻസ് ആൻഡ് കാർബൺ മാർക്കറ്റ്. അപ്പോൾ ഈ രണ്ട് ഫീൽഡിൽ, അതായത് ക്ലൈമറ്റ് ഫിനാൻസിലും ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ട ഫിനാൻസ് ഫണ്ട് മൊബിലൈസ് ചെയ്യുന്ന ആ ഒരു മേഖലയിലും കാർബൺ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടും ഗ്ലോബൽ കോർപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെ ഈ COP29ന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, to set the stage for more ambitious action at COP30 in Belém, Brazil 2025, where focus will likely return to phasing out fossil fuels and enhancing ലോസ് ആൻഡ് ഡാമേജ് മെക്കാനിസം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫോസിൽ ഫ്യൂവൽസ് ഫേസിങ് ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത്. ഈ ഫോസിൽ ഫ്യൂവൽസ് ഒറ്റയടിക്ക് ഫേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അത് വരുന്ന കോൺഫറൻസ്, നെക്സ്റ്റ് വരുന്ന കോൺഫറൻസുകളിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു നോക്കൂ, 2025 COP30 ആണ് നടക്കാൻ പോകുന്നത്. അത് എവിടെ വെച്ചാണ് നടക്കുന്നത്? ബ്രസീലിലെ ബെലേം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് 2025 COP30 നടക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ആക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജ് ഒരുങ്ങുന്നുണ്ട്. എന്താ അവർ ഉദ്ദേശിക്കുന്നത്? അതായത് ഫോസിൽ ഫ്യൂവൽസ് ഫേസിങ് ഔട്ട് ചെയ്യാനുള്ള ആ ഒരു ഗോളിലേക്ക് തിരിച്ചു വരികയാണ്. ഫോസിൽ ഫ്യൂവൽസ് ആണ് കൂടുതലായിട്ട് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് വേണ്ട ബൂസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ട കാര്യങ്ങളിലേക്ക് ഇവർ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ലോസ് ആൻഡ് ഡാമേജ് മെക്കാനിസംസ്, എൻഹാൻസിങ് ലോസ് ആൻഡ് ഡാമേജ് മെക്കാനിസംസ് ഉള്ളതും ഈ ഇനി വരാനിരിക്കുന്ന കോൺഫറൻസിന്റെ ഒരു പ്രധാനപ്പെട്ട അംബീഷ്യസ് ആക്ഷൻ ആയിട്ട് ഇവർ വച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഓർത്ത് വെക്കണം. 2025 ബ്രസീലിലെ ബെലേമിൽ വെച്ചാണ് COP30 നടക്കാൻ പോകുന്നത്. അപ്പോൾ അവർ ഓൾറെഡി അനൗൺസ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യത്തിലും ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് COP29 ആൻഡ് ഇന്ത്യ. അപ്പോൾ COP29 ഇന്ത്യയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യ played a pivotal role at the 29th Conference of the Parties, that is COP29,
to the United Nations Framework Convention on Climate Change, that is UNFCCC, held in Baku, Azerbaijan from November 11 to 22, 2024. 2024 നവംബർ 11 മുതൽ 22 വരെ അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചാണ് ഈ UNFCC, അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ COP29 നടന്നത്. അതിൽ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. The nation showcased its commitment to global climate action through active participation, strategic initiatives, and advocacy for equitable climate policies. സോ ഇക്വറ്റബിൾ ആയിട്ടുള്ള എല്ലാവർക്കും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് പോളിസീസ് ആണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരുപാട് സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ്സും അതുപോലെ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷനിലേക്ക് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും ഒരു നല്ല രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റുമാണ് ഇന്ത്യ ഈ ഒരു COP29 ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദ key highlights of India's participation. ഈ ഇന്ത്യ COP29 പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ ഒരു കീ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അഡ്വക്കസി ഫോർ ക്ലൈമറ്റ് ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ അതിനകത്ത് എന്താ വരുന്നത്? ഇന്ത്യ എംഫസൈസ്ഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്, urging developed countries to take the lead in mitigation actions and advocate carbon space for developing nations to pursue sustainable development. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പെർസ്യൂ ചെയ്യുന്നതിന് ഡെവലപ്പിംഗ് നേഷൻസ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു കാർബൺ സ്പേസ് പ്രൊവൈഡ് ചെയ്യണമെന്നും ഇത്തരം മിറ്റിഗേഷൻ ആക്ഷൻസ് ഡെവലപ്ഡ് കൺട്രീസ് അത് ലീഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യ ഒരു എൻഫസൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. എല്ലാവർക്കും ഒരുപോലെയുള്ള റെസ്പോൺസിബിലിറ്റിയാണ്, പക്ഷേ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് ഇന്ത്യ എംഫസൈസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ പ്രൊമോഷൻ ഓഫ് ഡിസാസ്റ്റർ റിസൈലൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ ഡിസാസ്റ്റേഴ്സിനൊക്കെ റിസൈലൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെ പ്രൊമോഷനും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇൻ കൊളാബറേഷൻ വിത്ത് ദ കോയിലേഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ കോയിലേഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് CDRI. ഇന്ത്യ ഓർഗനൈസ്ഡ് എ സൈഡ് ഇവൻറ്റ് focusing on integrating disaster resilient infrastructure into national adaptation strategies. അപ്പോൾ നമ്മുടെ നാഷണൽ അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ഈ ഡിസാസ്റ്റർ റിസൈലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോക്കസ് ചെയ്യുന്ന ഇവൻറ്റുകളാണ് ഇന്ത്യ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ കോയലേഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ടാണ് CDRIയുമായിട്ടാണ് ഇന്ത്യക്ക് ഒരു കൊളാബറേഷൻ വരുന്നത്. അപ്പോൾ ഡിസാസ്റ്ററിനെ റിസൈലൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചറിലും ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്ലോബൽ അഡാപ്റ്റേഷൻ ഇനീഷ്യേറ്റീവ്. ഗ്ലോബൽ അഡാപ്റ്റേഷൻ ഇനീഷ്യേറ്റീവ്സിലും ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ സപ്പോർട്ടഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് Baku roadmap designed to advance work on the global goal on adaptation, GGA എന്ന് പറയും, reflecting its commitment to global adaptation efforts. അപ്പോൾ ഗ്ലോബൽ അഡാപ്റ്റേഷൻ ഇഫർട്ട്സ് അതിലേക്കുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് അവർ ബാക്കു റോഡ് മാപ്പ് എന്ന് പറയുന്ന ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ്റെ വർക്ക് അഡ്വാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ട സപ്പോർട്ട് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എൻഗേജ്മെൻറ്റ് ഇൻ ക്ലൈമറ്റ് ഫിനാൻസ് ഡിസ്കഷൻ. ക്ലൈമറ്റ് ഫിനാൻസിൻ്റെ ഡിസ്കഷൻസിലും ഇന്ത്യ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ
dialogues addressing the need for substantial climate investment. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ട ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലും ഇന്ത്യ ആക്റ്റീവ്ലി എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, next, the outcomes of COP29 underscore the critical requirement for mobilizing $1.3 trillion annually by 2035, with $300 billion from developed nations to drive substantial development and resilience. അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ഡെവലപ്മെന്റും റിസൈലിയൻസും ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്ഡ് നേഷൻസിൽ നിന്ന് $300 ബില്യൺ 2035 ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ക്രിട്ടിക്കൽ ക്ലൈമറ്റ് ചേഞ്ചിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് മൊബിലൈസ് ചെയ്യാൻ പോകുന്ന ഒരു ഫണ്ട് ഉണ്ട്. $1.3 trillion ആനുവലി 2035 ആകുമ്പോഴത്തേക്കും മൊബിലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഇതിൻ്റെ ഔട്ട്കംസിലും കൃത്യമായിട്ട് ഈ COP29 കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡെവലപ്ഡ് നേഷൻസ് ആണ് കൂടുതലായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ലീഡർഷിപ്പ് ഇൻ ക്ലൈമറ്റ് ഡയലോഗ്സ്. ഓക്കെ, through collaboration with international agencies, India showcased its commitment to tackling climate challenges and highlighted several key initiatives both domestically and globally. അപ്പോൾ ഇന്ത്യക്കകത്തും ഗ്ലോബലി ആണെങ്കിൽ പോലും ഒരുപാട് ക്ലൈമറ്റ് ചാലഞ്ചസിനെ ടാക്കിൾ ചെയ്യുന്ന കമ്മിറ്റ്മെന്റ്സിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ചില ഇന്റർനാഷണൽ ഏജൻസീസുമായിട്ട് ഇതിനു വേണ്ടി ഇന്ത്യ കൊളാബറേഷൻസും ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് COP29 കുറിച്ചാണ്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് UNFCCയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. COP29 നടന്നത് അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചിട്ടാണ്. COP30 2025 നടക്കാൻ പോകുന്നത് ബ്രസീലിൽ വെച്ചിട്ടാണ്. COP28 നടന്നത് ദുബായിൽ വെച്ചാണ്, UAE. COP27 അതിനും തൊട്ട് മുൻപത്തെ അത് നടന്നത് ഈജിപ്തിലെ ഷർമൽ ഷെയ്ഖിൽ വെച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു.